ക്രൈസ്തവ വിശ്വാസപ്രകാരം 50 ദിവസം നീണ്ടു നിൽക്കുന്ന വലിയ നോമ്പിന്റെ പകുതി ദിവസങ്ങൾ പിന്നിടുമ്പോൾ ക്രൈസ്തവ ജനത പാതി നോമ്പ് ദിനം ആചരിക്കുന്നു. ഇതിനു പിന്നിൽ ഒരു കഥയുണ്ട്. ദൈവത്തിന്റെ കൽപ്പനകൾ സ്വീകരിക്കാൻ സീനായ് മലയിലേക്ക് പോയ മോശ തിരികെ എത്താൻ താമസിച്ചപ്പോൾ ഇസ്രായേൽ ജനത അന്യദൈവങ്ങളെ ആരാധിക്കാൻ തുടങ്ങി. 10 കൽപ്പനകൾ എഴുതിയ കൽപ്പലകകളുമായി മോശ എത്തിയപ്പോൾ ഇത് കണ്ട് കോപിച്ച് കൽപ്പലകകൾ ജനമധ്യേ അദ്ദേഹം വലിച്ചെറിഞ്ഞു. അവ ആ സമയം അഗ്നിസർപ്പങ്ങളായി മാറി അനേകം പേരെ കൊന്നൊടുക്കി. ധാരാളം പേർ മരണാസന്നരായി. ജനം പശ്ചാത്തപിച്ച് ഉച്ചത്തിൽ നിലവിളിച്ച് അപേക്ഷിച്ചപ്പോൾ മോശയുടെ മനസ്സലിഞ്ഞു. മോശ ദൈവത്തോട് അപേക്ഷിച്ചപ്പോൾ ജനമധ്യേ പിച്ചള സർപ്പത്തെ തൂക്കിയ ഒരു സ്തംഭം ഉയർത്തുവാൻ ദൈവം മോശയോട് കൽപ്പിച്ചു. മോശ അപ്രകാരം ചെയ്തു. അതിലേക്ക് നോക്കിയവർ സുഖം പ്രാപിച്ചു. പിന്നീട് സഹസ്രാബ്ദങ്ങൾക്ക് ശേഷം ഗോകുൽത്തായിൽ ഉയർത്തപ്പെട്ട കഴുമരത്തിൽ രക്തസാക്ഷിയായ യേശുവിനെ കുറിച്ചുള്ള ദൈവത്തിന്റെ വാഗ്ദാനമാണ് ഈ പിച്ചള സർപ്പം എന്ന് പറയപ്പെടുന്നു. ഈ ഓർമ്മ പുതുക്കുവാൻ ക്രൈസ്തവർ പാതിനോമ്പ് ദിവസം ദേവാലയ മധ്യത്തിൽ കുരിശ് സ്ഥാപിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു.